നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായാലും പള്ളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ കേരളത്തിലെ ചില പള്ളികൾ കാണുമ്പോൾ ഷോപ്പിംഗ് മാൾ മാതിരിയാണ്. ക്രിസ്ത്യൻ പള്ളികളൊക്കെ ലൈറ്റ് ഇട്ട് അലങ്കരിച്ച പോലെ മിന്നുന്ന ലൈറ്റും മാറി മാറി വരുന്ന ലൈറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം ഈ പള്ളിയുടെ ഔട്ടിലെ ഭക്തിക്ക് അല്ല യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പള്ളിന്റെ ഇന്നിലിരിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഭക്തിയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത്. പള്ളിയുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് പോലും മോടി പിടിപ്പിക്കൽ അലാമാത്തുൽ ഖിയാമയാണെന്നാണ് വചനസാഗരങ്ങളുടെ ചക്രവർത്തി, വിശ്വത്തിന്റെ അധ്യാപകൻ, മാനവികതയുടെ കാവലാൾ, കാരുണ്യത്തിന്റെ തിരുദൂതർ, അല്ലാഹുവിനെ ഇത്രമേൽ പേടിച്ച ഒരാളും ലോകത്ത് വേറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് അത്തഖ്വ ഹാഉന. തഖ്വ എവിടെയാണ് കേട്ടോ? എവിടെയാണ് തഖ്വ? നമുക്കത് ഉണ്ടായിരുന്നോ? ഈ 59-ാം അധ്യായം 18, 19, 20 വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, പേടിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾ നോക്കണം. വീണ്ടും പറയുന്നു വത്തഖുല്ലാഹ്. ഒരൊറ്റ ആയത്തിൽ 2 തവണ തഖ്വ. എന്താണ് ശരിക്കും തഖ്വ? ആളുകൾ പറയും അയാൾ വലിയ മുത്തഖിയാണ്, മറ്റല്ലേ വലിയ താടിയത്, തൊപ്പിയിട്ട് മുട്ടിന്റെ തൊട്ട് താഴെ ഡ്രസ് അവസാനിക്കുന്നുണ്ട്. കേരളത്തിലെ മനുഷ്യരൊന്നും തഖ്വനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട് എന്ന് അവരുടെ പ്രവൃത്തി നോക്കിയാൽ നമുക്ക് തോന്നില്ല. ഇപ്പോ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടെയൊക്കെ സുബഹി ബാങ്ക് 5 മിനിറ്റ് നേരത്തെ കൊടുത്തു. കേരളത്തിലെ സമസ്തയിൽപ്പെട്ട 5 മിനിറ്റ് നേരത്തെ. മഗ്‌രിബ് 3 മിനിറ്റ്. അതിനവർ പറയുന്നത് അതാണ് തഖ്വ. ആര് തഖ്വ? അവന്റെ വാപ്പാന്റെ തഖ്വ. ഞാൻ അവന്റെ വാപ്പാനെ പറഞ്ഞല്ല. അതായത് പോലെ കാരണവന്മാര് പണ്ട് കലണ്ടർ തയ്യാറാക്കുമ്പോൾ ആ കലണ്ടറിൽ കണ്ണൂരിൽ നിന്നുള്ള ഒലാധികാരിക ഖാദിമാരുടെ കലണ്ടർ തയ്യാറാക്കുമ്പോൾ അതിൽ എഴുതുകയാണെന്ത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ആരുടെ സൂക്ഷ്മത? ആരോടുള്ള സൂക്ഷ്മത? നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തഖ്വ എന്താണ് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. തഖ്വ എന്ന പദം ആരാണ് ഉപയോഗിക്കുന്നത് ഖുർആനില്? അല്ലാഹു ഉപയോഗിക്കുന്നത്. അല്ലാഹ് തഖ്വ എന്ന് പറഞ്ഞാണ് തഖ്വ. അതെന്താണ്? ഈ സൂര്യനും ചന്ദ്രനും അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അല്ലാഹു പറഞ്ഞതുപോലെ കണിശതയായി നിലനിൽക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് സൂര്യനും ചന്ദ്രനും. അശ്ശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റാതെ വരുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേരാണ്. സൂര്യൻ അസ്തമിച്ച് 3 മിനിറ്റ് കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തെക്കുവക്ക് പുറത്താണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ഞത്ത്, ഇല്ലെങ്കിൽ കടലിക്ക് പുറത്ത്. ഈ 5 മിനിറ്റ് നേരത്തെ ബാങ്ക് കൊടുക്കുക സുബഹിക്ക്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാമിന്റെ ഒരു പ്രഖ്യാപനം, ഒരാൾ ഉറങ്ങിപ്പോയി, ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് ഉണ്ട്. 2 ചപ്പാത്തിയും 3 ഈത്തപ്പഴവും
ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാൻ എനിക്ക് 3 മിനിറ്റ് മതി. ഞാൻ എൻ്റെ കാര്യമാണ്, എനിക്ക് 3 മിനിറ്റ് മതി. അപ്പോ 5 മിനിറ്റിന്റെ മുമ്പിലുണ്ട് ബാങ്ക് കൊടുക്കാൻ. കറക്റ്റ് കണ്ടറിൽ നോക്കി 5 മിനിറ്റ് ഉണ്ട്. ഞാൻ തട്ടിപ്പിടിച്ച് നീക്കുമ്പോണ്ട് മഹിളയാര് ബാങ്ക് കൊടുക്കുന്നു. എന്റെ അത്തായം കഴിക്കുക എന്ന ബർക്കത്തുള്ള കാര്യത്തിൽ അയാൾ ചെയ്ത അക്രമം എന്താണ്? എന്താണ് അയാൾ ചെയ്ത അക്രമം? എന്തായാലും ചെയ്ത അക്രമം? എനിക്ക് 2 ചപ്പാത്തി കഴിക്കായിരുന്നു, 3 ഈത്തപ്പഴം കഴിക്കായിരുന്നു, 1 ഗ്ലാസ് വെള്ളവും കുടിക്കായിരുന്നു, എന്നാലും 2 മിനിറ്റ് ബാക്കി ഉണ്ടാകായിരുന്നു. എന്നെ ടെൻഷൻ അടുപ്പിച്ചോ? ബാങ്ക് കൊടുത്ത് പട്ടിണി. എന്നിട്ട് ഉച്ചക്കൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്. അതിന്റെ കാരണക്കാരനാരാ? മൈലിയാരെ തക്കവയാണ്? അള്ളാന്റെ തക്കവയാണ്? അള്ള നിശ്ചയിച്ച തക്കവയാണ്? അല്ല. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അത് അല്ല യഥാർത്ഥത്തിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് തഖ്വ? അതേ പറഞ്ഞ ഒരു ഊട് വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൽ കുപ്പിച്ചിലുണ്ട്, മുള്ളുണ്ട്, കൂർത്ത കല്ലുകളുണ്ട്, വിഷജീവികളുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര സൂക്ഷിച്ചാണോ നടക്കുക, അതാണ് പടച്ച തമ്പുരാൻ. അതായത് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ അല്ലാത്ത ഒരു സൃഷ്ടിയിലേക്കും അയാളുടെ ഹൃദയം ബന്ധിപ്പിക്കപ്പെടുകയില്ല. അതാണ് തഖ്വ. ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞാൽ, നമ്മൾ ലബനൻ ഖാലിസ എന്ന് പറയും, ശുദ്ധമായ പാല്. എന്തുകൊണ്ടാണ് ലബനൻ ഖാലിസ എന്ന് പറയുന്നത്? കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് ശുദ്ധമായ പാല്, ഒന്നിലും കലരാതെ, രക്തത്തിന്റെ കലർപ്പില്ലാതെ, കാഷ്ടത്തിന്റെ ചമർപ്പില്ലാതെ, അത് രണ്ടിലും ഒരു ബന്ധവുമില്ലാതെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തെ ഒന്ന് എന്താണ്? പാല്. അതുപോലെയാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന റബ്ബല്ലാത്ത വേറൊരാളുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇഖ്ലാസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ, ഈ സംസാരിക്കുന്ന ഞാനടക്കമുള്ള നമ്മളൊക്കെ പരിശുദ്ധ റമദാൻ പറഞ്ഞിട്ട് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പ് പൂർത്തിയാക്കുമ്പോൾ ഇത്രയും ദിവസത്തെ നമ്മുടെ ജീവിതം അള്ളാഹ് കബൂൽ ചെയ്തിട്ടുണ്ടാവും, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവോ? എങ്കിൽ ഭയങ്കര കൂലിയാണ് കിട്ടാൻ പോണത്. സംശയമുണ്ടോ? ഇല്ല. അത് അള്ളാഹ് കബൂൽ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പറ്റിയ ആരും ഈ സദസ്സിലില്ല. ഇപ്പൊ നോക്കൂ, പരിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും, പരിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ. ഇസ്മായിൽ നബി കല്ലിങ്ങനെ കൊണ്ടു കൊടുക്കും, ഇബ്രാഹിം നബി കല്ലിങ്ങനെ പടുക്കും. വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബന തഖബ്ബൽ മിന്ന. പരിശുദ്ധ കഅബാലയം പടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. ഇഖ്ലാസ് തീരെ ചോർന്നു പോയിട്ടില്ല. വളരെ പക്ക അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടും ഇബ്രാഹിം നബി എന്താ പറയുന്നത്? റബ്ബന തഖബ്ബൽ മിന്ന. പടച്ചോനെ, ഇത് കബൂൽ ചെയ്യേണ്ടത് നീയാണ്. നിനക്ക് എന്റെ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? തഖ്വ ഇഷ്ടപ്പെട്ടു? എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മാർത്ഥമായി സുബൈ നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. ആലോചിച്ച്, ഇമാം ഓതുന്ന ആയത്തിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞുകൊണ്ട് പിറകിൽ നിൽക്കുന്ന ഒരാള്, അതിനെ സംബന്ധിച്ച് അഗാധമായി ചിന്തിച്ച് പൂർണ്ണമായി നിസ്കാരത്തിൽ ഇൻവോൾവഡ് ആയി, എന്നിട്ട് റാഹത്തായിട്ട് സലാം പറയുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. പക്ഷെ അപ്പോഴും അത് കബൂൽ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? സൂറത്ത് ബഖറയിലെ 127 പറയുന്ന സുഹൃത്തുക്കളെ, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളൊന്ന് സ്വീകരിക്കണേ. അതുകൊണ്ട് എന്തൊരു അമല് ചെയ്യുകയാണെങ്കിലും ഇത് സ്വീകരിക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നാളെ പെരുന്നാളാകുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ദുആ ചെയ്യാനുള്ള എന്താണ്? ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ നോമ്പ് നിസ്കാരവും. ഇപ്പൊ പല ആളുകളും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അവസാനത്തെ 10 പള്ളി ഫുള്ളായിട്ട് ആളുണ്ടാവേണ്ടി. ഇസ്ലാമിക നിയമപ്രകാരം അവസാനത്തെ 10 ജനനിബിഡമാകണം. മലപ്പുറത്ത് സലാത്ത് വാർഷികം ജനനിബിഡമാണ്. അന്നവരെ പള്ളിയോ കല്യാണം. പെരുന്നാളിൻ്റെന്നോ മൈതാനത്ത് ജനങ്ങൾ നിറഞ്ഞു നിൽക്കണമെന്നാണ് റസൂലിന്റെ സുന്നത്ത്. അന്നൊരു പള്ളിയിൽ ഇഴുത്തിക്കാതിരിക്കാൻ പറഞ്ഞപ്പോ
പറമ്പ് പോയിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ പള്ളിയിൽ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ഞത്ത് അവർക്ക് നബീനെ ധിക്കരിച്ചാലേ സമാധാനമാവും. അപ്പോഴാണ് അവര് അത്. പിന്നെ മൂപ്പര് സത്യം പറയുകയും ചെയ്ത പ്രാവശ്യം ശൈത്താന്റെ ഉലമ എന്തോ ഒരു സത്യം വിളിച്ചു പറയും. കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ശൈത്താന്റെ ഉലമ സത്യം. ബഹുമാനപ്പെട്ട ശൈത്താന്റെ ഉലമ കസേരയിൽ ഇങ്ങനെ ഇരുന്നിരുന്നു. അറിഞ്ഞു വിളിച്ചതാ. ഒരു രണ്ടാൾക്ക് അറിയണ പോലെ അല്ല, അറിയില്ലല്ലോ വേറൊരാൾക്ക്. അവിടുന്ന് ഇങ്ങോട്ടും വിളിച്ച് ഇവിടുന്ന് അങ്ങോട്ടും വിളിച്ച്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ അവിടെയൊക്കെ എന്താ തെക്കുക? അവിടെ ഈ ഇരിക്കുന്ന ജനങ്ങളെ മുഴുവനും പിഴിഞ്ഞ് സമ്പത്ത് ചെലവഴിക്കേണ്ട പ്രാധാന്യം ഉസ്താദ് വിവരിക്കുന്നുണ്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. എന്തിനാണ് വിവരിക്കണത്? സ്വന്തം പോക്കറ്റിലിടാനുള്ള പിരിവെടുത്താണ്. നാട്ടുകാർക്ക് വേണ്ടി ഒരു ഇസ്ലാമിന് വേണ്ടി ഒന്നുമില്ല, സ്വന്തം ഓഹരി വെച്ചിട്ട് എടുക്കുകയാണ്. ഖലീലെ എന്റെ ലോറി വന്നിക്കല്ലേ? ഓ എത്ര ലോറി ഉണ്ടടാ? 3 കണ്ടെയ്നർ കൊള്ളാൻ മാത്രമാണ്. അതിലേക്ക് ഇഞ്ചി കൊണ്ടുപോയിക്കുന്നത് ഞാൻ കൊണ്ടുപോകാം. അതാണ് അരന്റെ എച്ചില് വരെ പിടിച്ചു വെച്ചു. അതിനുള്ള ദിവസമാണ്. 50 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചത് ഇങ്ങനെ പരിപാടിയേ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. സുന്നിക്കും ഉണ്ടായിരുന്നില്ല, മുജാഹിദ് ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ 50 വർഷം മുമ്പുള്ളവർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തില്ല. അന്നൊരു പള്ളിയിൽ ഇരുന്നതാണ്. ഇന്നതാണ് ഈ കുറച്ചാൾ ഇരിക്കുമല്ലോ, ഓരിരുന്നതാണ്. പക്ഷെ മുട്ടിപ്പടി സ്ഥലത്ത് തുടങ്ങിയതിനു ശേഷം എല്ലാവരും പള്ളിന്റെ പുറത്താണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് തക്കുവക്ക് വിരുദ്ധമായ. ശരിക്കും തക്കുവ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒറ്റ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടക്കരുത്. ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടക്കരുത്. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകടക്കരുത്. ഒരു വ്യക്തി ജീവിതത്തിൽ അള്ളയും റസൂലും പഠിപ്പിച്ച പോലെ കണിശമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണെന്ത്? തഖ്വ. അതിന്റെ പേരാണ് തഖ്വ. ഒരാള് വീട്ടിൽ നീതി നടപ്പാക്കുന്നു, കുട്ടികൾക്കിടയിലൊക്കെ കണിശമായി ബാപ്പ നീതി നടപ്പാക്കുന്നുവെങ്കിൽ ആ ബാപ്പ ആരാണ്? ആ ബാപ്പ ആരാണ്? അഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. 5-ാമത്തെയും 8-ാമത്തെ വചനം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നീതിയോടുകൂടി വർത്തിക്കലിനെ അല്ലാഹ് എന്താ വിളിച്ചത്? തഖ്വയാണ്. അപ്പം നീതിബോധത്തോടുകൂടി ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് തഖ്വ. കച്ചവടക്കാരനാണ് നമ്മൾ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുക. അള്ളാഹനെ നല്ലോണം പേടിച്ചിട്ടാണ് കച്ചവടം. യാതൊരു നിലക്കും കൃത്രിമത്തല്ല. എന്നിട്ട് അയാളുടെ കൽബില് 83-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴും. അയാളെ കച്ചവടം നടത്തുമ്പോൾ അയാളുടെ സ്ക്രീനിൽ ഇങ്ങനെ തെളിയുന്ന ഒരൊറ്റ ആയത്തുണ്ട്. അതെന്താണത്? അത് അന്തിമ ദിനത്തിൽ യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതമായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസത്തെ പേടിച്ചിട്ട് കച്ചവടത്തിന്റെ നേരും നെറി പാലിക്കും. അതാണ് തഖ്വ. അതാണ് തഖ്വ. പള്ളിയിലേക്ക് ഒന്നെടുത്ത് കയറി വരുമ്പോ നബി പറയാം, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നരിയാണിന്റെ ഇവിടെ ഒരു നഖത്തിന്റെ വലുപ്പത്തിൽ ഒന്നെടുത്തപ്പോ നനഞ്ഞില്ല, വെള്ളം തൊട്ടില്ല. ഇപ്പൊ പറയുന്ന നരകത്തിന്റെ ആളുകളെ, വൈലുൽ അഖാബി മിനന്നാർ, മടമ്പിന്റെ ആളുകളെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. അപ്പൊ എന്താ തഖ്വ? അവിടെ നനഞ്ഞോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ പേരാണ് തഖ്വ. യാ അബ്ദുല്ലാഹ് ഇർഫ ഇസാറക യാ അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് ആ ഡ്രസ് ഒന്ന് കെട്ടി കൊടുക്ക്. നരന്റെ താഴെ പോയിട്ടുണ്ട് എന്നിട്ട് റസൂല പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹം കുറച്ച് കയറ്റി വീണ്ടും പറഞ്ഞത് ഇർഫ. നബി ഇങ്ങനെ നോക്കി ഇർഫ. അദ്ദേഹം കുറച്ചുകൂടെ ഇർഫ ഇസാറക യാ അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് ചോദിച്ചു, നബിയേ നിങ്ങളങ്ങ് അളവ് പറഞ്ഞു തന്നെ, ഞാൻ അവിടത്തോളം കയറ്റി കൊടുക്കുക. അവൻ മനസ്സിലാണ്. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഇത് കാൽമുട്ട്.
ഇത് നരിയാണി. നിയമം ഡ്രസ് എടുക്കുന്നതിന് താഴെ ഡ്രസ്സിന്റെ അളവ് സെന്റർ, ഇത് നിയമം. നരിയാണിയുടെ തൊട്ട് മേലെ അത് ഇളവ്. ഇളവാണത്. നിയമം എന്താണ്? നിയമം എന്താണ്? അപ്പൊ ഈ അബ്ദുള്ളയോട് അബ്ദുള്ള എന്ന് റസൂല് പറഞ്ഞു. പിന്നെ ആ ഹദീസിന്റെ ബാക്കി എന്താണ്? പിന്നെ മരിക്കുന്നത് വരെ ആ സ്ഥാനം വിട്ട് ഒരു ഇഞ്ച് താഴോട്ട് താന്നിട്ടില്ല. അതാണ് തഖ്വ. അതാണ് തഖ്വ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിക്കുക. മെലിഞ്ഞ ശരീരമായിരുന്നു, അരക്കെട്ടൊക്കെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നബിയെ, ഞാൻ മുണ്ടെത്ര മുറുക്കി കൊടുത്താലും അതെങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നരിയാണ്ട താഴെപ്പാനുള്ള സാധ്യതയുണ്ട്. പേടിയാണ്, സൂക്ഷിക്കാൻ. അപ്പൊ അത്രമേൽ സൂക്ഷിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു സുഹൃത്ത് സൽക്കരിച്ചു. അപ്പൊ എന്തോ വിശപ്പ് കാരണം അത്ര ശ്രദ്ധിച്ചില്ല, ഭക്ഷണം കഴിച്ചു. കഴിച്ചതിന് ശേഷം വല്ലാത്തൊരു കുറ്റബോധം. ഇത് വല്ല ഹറാമോ കലർന്നിട്ടുണ്ടാവോ ചോദിച്ചല്ലേ ഈ ഭക്ഷണം എന്തായിരുന്നു? അപ്പൊ ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ മുമ്പ് ജ്യോത്സ്യ പണിയെടുത്താണ്, ജ്യോത്സ്യന്റെ പണിയെടുത്താണ്. അപ്പൊ അന്ന് കടം പറഞ്ഞ ഒരു സംഖ്യ ഇന്ന് കിട്ടി, ജ്യോത്സ്യപ്പണിയുടെ സംഖ്യ ഇന്ന് കിട്ടി, അതിൻ്റെതാണ്. അബൂബക്കർ സിദ്ദീഖ് കേട്ടപാട വായിലേക്ക് അങ്ങ് കൈ നമ്മുടെ തൊണ്ട വരെ അങ്ങ് ഇറക്കിയിട്ട് കംപ്ലീറ്റ് ഛർദിച്ച നിലക്ക് അദ്ദേഹത്തിന് ആഗ്രഹമുള്ള അദ്ദേഹം വിചാരിച്ച അത്രയും ഛർദിച്ചിട്ട് പിന്നെ റബ്ബിനോട് പറയണ വാക്കെന്തറിയോ? അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ കഴിവനുസരിച്ച് അത്രയും ഹറാമ് വരാതിരിക്കാൻ ഞാൻ സൂക്ഷിച്ച് ഞാൻ ഛർദിച്ചു പോയിട്ടുണ്ട്. എന്നാലും റബ്ബേ, വല്ല അംശവും ഹറാമിൻ്റെത് വയറിലുണ്ടാവില്ലേ, അബൂബക്കറിനോട് പൊറുക്കണേ അല്ലാഹ്. അതാണ് തഖ്വ. സഈദ് ബിൻ സഈദ് റളിയല്ലാഹുവിന്റെ ടെക്സ്റ്റൈൽസിൽ അസർ ജമാഅത്ത് പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോകുമ്പോൾ ജ്യേഷ്ഠന്റെ മകനെ തൽക്കാലം സെയിൽസ്മാൻ ആയിട്ട് നിർത്തി. ഞാൻ സ്കെച്ചിൽ ഇവിടെ നിൽക്കുന്നു. കടയിലൊരു ആള് വന്നു, ഒരു ഉപഭോക്താവ്, ഒരു കസ്റ്റമർ വന്നു, ഒരു കൂട്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ അയാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു. അപ്പൊ സഈദ് റളിയല്ലാഹു നിസ്കരിച്ച് സലാം വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോ, ഇതിന്റെ ടെക്സ്റ്റൈൽസ് എന്ന് വാങ്ങിയ തുണിയാണല്ലോ, എന്തേ വില കൊടുത്തത് ചോദിച്ചു. അപ്പൊ 200 ദിർഹമാണെങ്കിൽ 400 ദിർഹം കൊടുത്തിട്ടാണ് ആ ഡ്രസ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, വാ നമുക്ക് ആ ടെക്സ്റ്റൈൽസിലേക്കൊന്ന് പോവാൻ. അവിടെ ചെന്ന്, നാണമില്ലേടാ നിനക്ക്? അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ നീ? തിരിച്ചു കൊടുത്തിരുന്നുണ്ട്. അതിന്റെ പേരാണ് തഖ്വ. അതിന്റെ പേരാണ് തഖ്വ. സുബഹി നമസ്കാരം കഴിഞ്ഞ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു വീട്ടിലോട്ട് ഓടുകയാണ്. കുറെ ദിവസം ഇങ്ങനെ പെട്ടെന്ന് സലാം പെട്ടി എഴുന്നേറ്റപ്പോ സഹാബത്ത് പിടിച്ചു നിർത്തി. അബൂ ദുജാന, എങ്ങോട്ടാണ് പോണത്? ദിക്റില്ല, ദുആ ഇല്ല, പള്ളിയിൽ ഇരിക്കണില്ല, സലാം പെട്ടി കാട്ടി പ്രസവിച്ച എണീറ്റ് പോണ പോലെ എങ്ങോട്ടാ പോണത്? അദ്ദേഹം പറഞ്ഞതേ, എന്റെ അയൽപ്പക്കത്തൊരു ഈത്തപ്പനയുണ്ട്, അത് നിറയെ പഴമുണ്ട്. ആ പഴം എന്റെ മുറ്റത്താണ് വീഴുന്നത്, എന്റെ മുറ്റത്താണ് ആ പഴം വീഴുക. അപ്പൊ എന്റെ കൊച്ചു കുട്ടികള് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മുറ്റത്ത് വീണെടുക്കുന്ന ഈത്തപ്പഴം എടുത്ത് തിന്നാൽ എന്റെ കുഞ്ഞു മക്കളുടെ വയറ്റിൽ ഹറാമിന്റെ അംശമെത്തി. അതൊരിക്കലും വരാതിരിക്കാനുള്ള ജാഗ്രതയാണ് എഴുന്നേറ്റ് പോകുന്നത്. അതിന്റെ പേരാണ് തഖ്വ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പൊ മന്ത്രി ചോദി ചരട് കെട്ടി കണ്ടു ഫാമിലിയില്. അപ്പൊ പറഞ്ഞു, അബ്ദുള്ളയുടെ കുടുംബത്തിന് ഈ ശിർക്കിന്റെ അംശം വേണോ പറഞ്ഞിട്ട് അദ്ദേഹം അതിശക്തമായി ഒരല്പം ബലത്തിൽ അത് കൈയിട്ടിട്ട് പറിച്ചിട്ട് പൊട്ടിച്ച്. ഹദീസാണ്. അതിന്റെ പേരാണ് തഖ്വ. 10 പേര് ഇസ്ലാം സ്വീകരിച്ച് നബിക്ക് ബൈഅത്ത് ചെയ്യാൻ കൈ നീട്ടി. 9 പേർക്ക് റസൂലുള്ളാഹി കൈ കൊടുത്തു. 10ാമൻ കൈ ഇങ്ങനെ നീട്ടി നബി കൈ ഇത്രത്തോളം കൊണ്ടുവന്ന് വലിച്ചു കളഞ്ഞു. അപ്പൊ സഹാബത്ത് പറഞ്ഞാൽ എന്താ 9 കൈ കൊടുത്തിട്ട് അയക്കെന്താ കുഷ്ഠരോഗം ഉണ്ട്, ഞങ്ങൾ കൈ കൊടുക്കാത്തതെന്നുള്ളത്.
പ്രസ്സുൽ എന്നൊന്നുമില്ല, മന്ത്രിച്ചൂതി തകിട് കെട്ടിയിട്ടുണ്ട്, ഐക്കല്ല് കെട്ടിയിട്ടുണ്ട്, കൈക്കണ്ടയിൽ ഐക്കല്ലുണ്ട്. ഓൻ ഇസ്ലാമായിട്ടില്ല. ഞാൻ മുസ്ലിങ്ങൾക്കാണ് ഹസ്തദാനം ചെയ്ത് ബയ്യത്ത് സ്വീകരിക്കുന്നത്, ഓൻ ഇസ്ലാമകന്റെ. അതിന്റെ പേരാണ് തഖ്വ. ജീവിതത്തിൽ എവിടെയൊക്കെ അള്ളാഹ് പഠിപ്പിച്ച ദീൻ ഒരാൾ നടപ്പാക്കുകയും നടപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവോ അതിന്റെ പേരാണ് തഖ്വ. എങ്കിൽ ഇരിക്കണം നമ്മളെല്ലാവരും നമ്മളെ മുത്തഖികളാണോ? നമ്മളെ മുത്തഖികളാണോ? ആണോ? എല്ലാവരും ഒന്ന് എണീറ്റെന്ന് നരിയാന്റെ തുണിയും നോക്കി. എല്ലാവരും നരിയാന്റെ മേലെയാണോ? ഞാനിത് പറയുന്നത് ആരുടെ ഈമാനെയും ചോദ്യം ചെയ്യല്ല ചെയ്യുന്ന. ആണോ? നമ്മളത് ഉറപ്പിച്ചിട്ടുണ്ടോ? നമ്മളതിനെ പുതുക്കിയിട്ടുണ്ടോ? നമ്മളത് പഠിക്കാൻ സന്നദ്ധരായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന, ഈ ഒരു മാസം കിട്ടിയിട്ട് കുറ്റകൃത്യത്തിന് വല്ല കുറവുണ്ടായിരുന്നു കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ? എന്തെല്ലാം കുറ്റകൃത്യങ്ങളാണ് ഈ തവണ നടന്നു കൂട്ടിയത്? നമ്മുടെ മനുഷ്യൻ അങ്ങേയറ്റം നശിച്ചിരിക്കുന്നു, അമാനത്തുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിൽ യഥാർത്ഥ ഇസ്ലാം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മകന്റെ ഹെയർ സ്റ്റൈല് മാറുമ്പോൾ, ഓനിങ്ങനെ പന്തക്കാട് പോലെ മുടി വെക്കുമ്പോൾ ബാപ്പ ഇടപെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മുടിയിട്ടൊരു മകൻ ആ വീട്ടിലുണ്ട്, ഓ പള്ളിയിൽ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ആ മുടിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അവന്റെ വീട്ടിൽ നടക്കണില്ല എന്നാണ്. 36 കീറലുള്ള പാൻറ് ഇട്ടിട്ടാണ് ഒരു നിസ്കരിക്കുന്ന ബാപ്പാന്റെ മോൻ നടക്കണമെങ്കിൽ ആ വീട്ടിൽ കാര്യമായി വസ്ത്രത്തെ കുറിച്ചൊരു ചർച്ച നടക്കണില്ല അർത്ഥം. രണ്ടാമത് ഈ ഡ്രസ്സ് എടുത്തു കൊടുത്തതാരാ? ഇനി ബാപ്പ പൈസ കൊടുത്തിട്ട് അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഇത് കൊണ്ടുവന്ന് ഫസ്റ്റ് ഇടുമ്പോ ബാപ്പ കാണുമല്ലോ, അവിടെ ഒരു ഇടപെടല് നടക്കണില്ല. ജീവിതത്തിൽ മക്കളുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, അവർക്ക് ഇൽമു പകർന്നു കൊടുക്കുകയും അവർക്ക് അദബ് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ബാപ്പമാര് ഫെയിലാണ്. ഒരു സ്കൂളിലെ മീറ്റിങ്ങിൽ പോലും ബാപ്പാര് പോകാറില്ല. മക്കൾ ആരെ കൂട്ടുകൂടുന്നത് അറിയാറില്ല. ഈ മകൻ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഏതോ തെണ്ടി പിള്ളേരുടെ കൂടെയാണ്. അവർക്ക് നിസ്കാരമില്ല, പേര് മുസ്ലിമിന്റെ പേരാണ്, ഒന്നുമില്ല. നമ്മുടെ നാട് ഒരു പ്രത്യേക അവസ്ഥയിൽ പോവുകയാണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പൊ നടക്കണം എന്താന്ന് വെച്ചാല്, മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാല് കുറ്റം ചെയ്യുന്നവർക്ക് അംഗീകാരം കൂടിക്കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും സൂക്ഷ്മമായി നോക്കിയാല് ഭരണകൂടങ്ങൾ, നിയമപാലകർ പോലും കുറ്റവാളിയെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഭയങ്കര വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ, വെഞ്ഞാറമ്മോട് 6 ആളെ ശരിയാക്കിയതിനെല്ലാം എടുത്തേ. ഓന്റെ കണക്കിന് 6 ആളെ കൊന്നിട്ടുണ്ടോ? പക്ഷെ മരിച്ചില്ല. ഉമ്മനെ ആദ്യം ശരിയാക്കി. സ്ത്രീ രക്ഷപ്പെട്ടു എന്നുള്ളതല്ലേ, കൊന്നത് 6 പേരെയാണ്. 6 പേരെ കൊല്ലാന്ന് പറഞ്ഞാൽ എന്താണ്? 800 കോടി മനുഷ്യരെ കൊല്ലുക, വീണ്ടും 800 കോടി മനുഷ്യരെ ജീവിക്കുക, വീണ്ടും ആ 800 കോടി മനുഷ്യരെ കൊല്ലുക, വീണ്ടും ആ മനുഷ്യർ ജീവിക്കുക, വീണ്ടും ഇവൻ 800 കോടി മനുഷ്യരെ കൊല്ലുക, വീണ്ടും 800 കോടി, വീണ്ടും 800 കോടി. അങ്ങനെ ലോകത്തുള്ള ജനതയെ പലവരും 6 പേരും കൊല്ലുന്നുണ്ടെങ്കിൽ 6 തവണ 800 കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയാണ് അവന്. ഖുറാന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനപ്രകാരം ഇസ്ലാമിക ഭരണകൂടം അങ്ങനെയാണ് നോക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടം നോക്കുന്നത് എങ്ങനെയാണ്? ഇവൻ അന്യായമായ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളി എന്നുള്ള അവസ്ഥയിലാണ് അവനെ കാണുന്നത്. നമ്മുടെ കേരള ഭരണകൂടം മിടുക്കൻ, ഓൻ പരീക്ഷ എഴുതണം. നല്ല മനുഷ്യന്മാരൊന്നുമില്ല നാട്ടിലൊന്നും. എന്നും കഞ്ചാവും കൊലപാതകം, മിനിമം കൊലപാതകം തുടക്കം തന്നെ കൊല്ലുക എന്നുള്ള അടുത്തുള്ള, പിന്നെയാണ് ബാക്കിയുള്ള. എന്നിട്ട് പറഞ്ഞപ്പോ എങ്ങനെയുണ്ട് എന്റെ അടി, ഓന്റെ കണ്ണ് പൊട്ടി തൂങ്ങി കണ്ടില്ലേ? എന്നിട്ടാണ് പിറ്റേന്ന് പോയി പരീക്ഷ ചെയ്തത്. എങ്ങനെ സാധിക്കുന്നു? നമ്മുടെ ഒരു സുഹൃത്തിനെ തല്ലി നമുക്ക് മനസ്സാറ്റി കുത്തുണ്ടാവില്ലേ?
ഒത്തിനെ കൊന്ന് കൊലവിളി എടുത്തിട്ട് പോയിട്ട് കുട്ടികൾ കൈ ചലിക്കാതെ വിരല് ചലിക്കാതെ നെഞ്ചി പിണയ്ക്കാതെ പരീക്ഷ എഴുതുന്ന അതിന്റെ അർത്ഥം എന്തറിയോ? 50 60 വയസ്സുള്ള കുറ്റവാളിയുടെ മനക്കരുത്ത് ഈ കുട്ടി എങ്ങനെ നേടി? കൊച്ചു കുട്ടികൾക്ക് വരെ ഉറപ്പാണ് എന്ത് കുറ്റകൃത്യം ചെയ്യാൻ രക്ഷപ്പെടും, ഒന്നും ചെയ്യില്ല സർക്കാർ. അപ്പൊ നമുക്ക് പരിശുദ്ധ റമദാനിന്റെ അവസാന 10 മാത്രം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മൻകാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ, പള്ളിയിലായാലും വീട്ടിലായാലും എവിടെയായാലും ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി രാത്രി നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹബീബുന ഷഫീഉന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്ഷീണമില്ലാതെ, മുഷിപ്പില്ലാതെ, മനം മടുക്കാതെ പടച്ചവല്ലേ നോക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, നബി രാത്രി നിസ്കരിക്കണം, അതിന്റെ ദൈർഘ്യവും അതിന്റെ ഭംഗിയും ഒന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. സൂറത്ത് ബഖറ ഓതുന്നുണ്ട്, സൂറത്ത് ആൽ ഇംറാൻ ഓതുന്നുണ്ട്, സൂറത്ത് നിസാ ഓതുന്നുണ്ട്. ഒരു റക്അയത്തിന് ഒറ്റ റക്അയത്തിന് അത്ര തന്നെ റുകൂഉം അത്ര തന്നെ സുജൂദും. അങ്ങനെ നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടുമാറ്. ശരിക്കും ഒരു കാര്യം മനസ്സിലായിക്കോട്ടെ, ഈ 17 അധ്യായത്തിലെ 18 പറയുന്നുണ്ട്, ദുനിയാവാണ് ആളുകൾ മോഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ദുനിയാവ് അല്ലാഹു പലർക്കും കൊടുക്കും. ആ ദുനിയാവ് അല്ലാഹു പലർക്കും കൊടുക്കും. പക്ഷേ യസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ എന്നാണ് അവിടെ അവസാനിക്കുന്നത്. അവനെ നരകത്തിലേക്കായിരിക്കും ആനയിക്കുക. ആ വ്യക്തി പോകുന്നത് നരകത്തിലേക്കായിരിക്കും. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. നേരെ മറിച്ച് പരലോകത്തെ ഉദ്ദേശിക്കുകയും ആ പരലോകത്തിന് വേണ്ടി ഇഖ്ലാസോടെ ഇത്തിബാഉ റസൂലോടെ നിയ്യത്തോടെ ഒരാൾ പരിശ്രമിച്ചാൽ നന്ദിപൂർവം അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കും. 18 അധ്യായത്തിന്റെ 103 അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ ഹൽ നബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ലല്ല സഈഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. എന്താ അവിടെ പറയണെന്ന് വെച്ചാൽ, പ്രവർത്തിച്ചിട്ട് നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ദുനിയാവിൽ അവരുടെ പ്രയത്നങ്ങൾ, ഒരു പ്രയത്നിച്ചില്ല എന്നല്ല, ദുനിയാവിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ പ്രയത്നങ്ങൾ നശിച്ചു പോയ, പരിഗണിക്കപ്പെടാതെ പോയ, അവരുടെ പ്രവർത്തനത്തിന് നേരെ ചെല്ലും. 25-23 പറയാം. എന്നിട്ട് അബാഅം മൻസൂറ, വെണ്ണീർക്കണങ്ങളെ പോലെ അത് പാറ്റിക്കളയും. അതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ശിർക്കിന്റെ അംശം ജീവിതത്തിൽ വരാതിരിക്കുക. ഒരുപാട് കൊല്ലം 10, 60, 10, 80 കൊല്ലം സുബൈ ഒറ്റ ഖളാ ഇല്ല. 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, 5-ന് പോയിട്ടുണ്ട്, നോമ്പ് പോയിട്ടുണ്ട്, എല്ലാം. പക്ഷെ ബദർ 17 ബദരീങ്ങളെ കാക്കണേ ഒരൊറ്റ വാക്ക് ഏതാനും സെക്കൻഡ് ഉച്ചരിച്ചാൽ മതി, ആ 80 കൊല്ലത്തെ അമലും ബാത്തിലായി പോയി. അമലും മുഴുവനും 39 അധ്യായം 65 പറയണം, അമലും മുഴുവനും ബാത്തിലായി പോയി. ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടത് ശിർക്ക് വരുന്നുണ്ടോ? ഈമാനുഹും ബിദുൽമിൻ, അങ്ങനെയാണ് 6-ാം അധ്യായം 82 പറഞ്ഞത്. ഈമാനിൽ ദുൽമു വരാതിരിക്കുക. ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഉസ്താദിനോട് ചിലപ്പോൾ ബഹുമാനം തോന്നിയിട്ടുണ്ടോ? ബദരീങ്ങൾ ആളാട്ടോ ഉസ്താദ്. പക്ഷെ അതേ ബദരീങ്ങൾ തിരിച്ചു വന്നാൽ അവർ പറയും അബൂജഹലിന്റെ ആളാട്ടോ ഇത്. കാരണം എന്താ? ബദരീങ്ങള് അള്ളാഹിനോട് മാത്രം ഇസ്തിഹാസ് നടത്തിയവരാണ്. ആ ബദരീങ്ങളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നോളജ് സിറ്റിയിൽ ഇങ്ങനെ ഒരു ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്നുണ്ട് പറഞ്ഞ് അവിടെ ചെന്നിട്ട് 313 ആടിനെ കാണുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാൻ പഠിച്ചോ, എന്താണ് 313 ആടും ബദരീങ്ങളും തമ്മിലുള്ളത്? ശരിക്കും 313 സഹാബത്തിനെ ഓർത്തിട്ടാണ് ഈ ആടിനെ അറക്കുന്നതെങ്കിൽ അറക്കേണ്ടത് 313 മൊയ്ലിയന്മാരെയല്ലേ? തിന്നുകയും കുടിക്കുകയും ചെയ്താലും കുഴപ്പമില്ലേ? ഈ ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്നതോടുകൂടി ഇസ്ലാമെന്ന് പുറത്തുപോയി. ഈ ഇരിക്കുന്ന നിങ്ങളോട് കരുതി നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്നറിയോ? എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണ്. പടച്ചവനെ എന്ന് മാത്രം വിളിക്കുന്നത്. എന്ത്
പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാനെ മാത്രം വിളിച്ചിരുന്നൊരു കൗമാണ് സ്വഹാബത്ത്, പ്രവാചകന്മാര്. ആ പാത ഒരിക്കലും കൈവിടരുത്. പിന്നെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള എന്താന്ന് പറഞ്ഞാല്, ഇന്ന് നോമ്പ് അവസാനിക്കുകയാണെങ്കിൽ നാളെ പെരുന്നാളാണ്. ഒരു തുടർച്ച ഉണ്ടാകാൻ ശവ്വാലിലെ 6 നോമ്പ്, ശവ്വാലിലെ 6 നോമ്പ് കൃത്യമായിട്ട് നോൽക്ക്. ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റേണ്ട കൂലിയും ശവ്വാലിലെ 6 നോമ്പ്. അത് ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോഴും ആവാം. തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല. നോമ്പോയിട്ട് നല്ല ക്ഷീണമൊക്കെ ആണെങ്കിൽ തുടക്കം ഒഴിവാക്കിയത്. കാരണം അള്ള ഉദ്ദേശിക്കുന്ന എളുപ്പമാണ്. അള്ള ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അള്ളാന്റെ ദീനിൽ നിങ്ങൾക്ക് പ്രയാസമില്ല. എല്ലാം അള്ളാഹു ലഘൂകരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇന്നലെ രാത്രി വരെ 11 നിസ്കരിച്ചു. ഇന്ന് മാസം കണ്ടില്ല, നാളെയും കൂടെ നോമ്പാണെ നമ്മൾ ഇന്നും തറാവീഹ് നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ ഒരു 3 റക്അത്ത് സ്ഥിരാക്കുക. ഒറ്റയുടെ അവസരങ്ങൾ 3 റക്അത്ത്. ഇശ കഴിഞ്ഞിട്ട് സുബൈന്റെ മുമ്പ് എണീക്കാൻ കഴിയില്ല എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് എണീക്കണ്ട. അയാൾ ഇശ കഴിഞ്ഞ് കിടക്കാൻ നേരം ഒന്നും ചെയ്ത് ദിക്റും പ്രാർത്ഥന അയാൾ നിസ്കരിച്ച് അങ്ങ് കിടന്നാൽ മതി. ഈ 3 റക്അത്ത് റസൂൽ പറയുന്നത് അബ്ദുള്ള എത്ര വലിയ ഭാഗ്യവാനാണ്. രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുള്ളക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. രാത്രി നിസ്കാരമില്ല, തഹജ്ജുദില്ല, ബാക്കിയൊക്കെ പക്കയാണ്. ഇത് കേട്ടപ്പോ ആ സ്വഹാബിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പിന്നെ ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു, മരിക്കുന്നത് വരെ രാത്രി നിസ്കാരം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടേ. നമ്മൾക്ക് ആരംഭശൂലത്താണ്. എന്നും ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. എന്നും ചെയ്യുന്നത് 3 റക്അത്താണ് എന്നും. ഇനി 1 റക്അത്ത് എന്നും. ഒരു ദിവസം 8 റക്അത്ത്, 7 റക്അത്ത്, 9 റക്അത്ത്, 10 റക്അത്ത് അങ്ങനല്ല. ഒരു 3 റക്അത്ത് നമുക്ക് കഴിയും. ഏത് മനുഷ്യനും ഒരു 3 റക്അത്ത് ഇശ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കാൻ നേരം എന്തായാലും ഉദു ചെയ്യണമല്ലോ. ആ ഉദു ചെയ്ത് കഴിഞ്ഞാൽ ഉദുവിന്റെ 2 റക്അത്ത് നിസ്കരിക്കാം. അല്ലാതെ ഈ 3 റക്അത്ത് നിസ്കരിക്കാം. അത് സ്ഥിരാക്കുക. അനാഇല്ലൈലി സാജിദൻ വഖാഇമ, നിന്നും സുജൂദിലുമായിട്ട് കഴിഞ്ഞുകൂടുന്നേ. 39-ാം അധ്യായം 9-10 വചനങ്ങൾ കാണാൻ. വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരും ആ രാത്രി അങ്ങനെ നിസ്കരിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, തെറ്റുകൾ താരതമ്യേന കുറയും, പാപങ്ങൾ താരതമ്യേന കുറയും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഇൻഷാ അല്ലാഹ് നാളെ ആണ് പെരുന്നാളെങ്കിൽ 7:15 നമ്മുടെ നമസ്കാരം. വളരെ വേഗത്തിൽ തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് ചെറിയ പെരുന്നാളാകുമ്പോൾ സുബൈക്ക് ചെറുതായിട്ടൊരു ഫുഡ്, ഒരു 3 ഈത്തപ്പഴെങ്കിലും, ഒരു കപ്പ് ചായയെങ്കിലും കുടിച്ചിട്ടേ വരാവൂ. തക്ബീറുകൾ ചൊല്ലി പുതിയ ഡ്രസ്സ് ധരിച്ച് നല്ല സുഗന്ധമൊക്കെ പൂശി, പടച്ചോനെ ഞങ്ങൾ റമദാൻ കഴിഞ്ഞു ശവ്വാലിലേക്ക് വന്നു, പടച്ചോനെ ഇസ്തിഖാമത്ത് തരണേ റബ്ബേ. ഇന്നലെ വരെ ഞങ്ങൾ ബാങ്കൊടുക്കുമ്പോഴേക്ക് പള്ളിയിൽ പോയിരുന്നു, ഞങ്ങളെല്ലാ കാര്യത്തിലും എടുക്കലായിരുന്നു, ഖുർആൻ ഓതിയിരുന്നു. ഞങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, മരിക്കുന്നവരെ എല്ലാ ദിവസവും ഒരു 3 ആയത്തെങ്കിലും സ്ഥിരാക്കുക. എന്നും ഖുർആനായിട്ടൊരു ബന്ധം പുലർത്തുക, എന്നും പ്രവാചകന്റെ വചനമായിട്ടൊരു ബന്ധം പുലർത്തുക. നമ്മുടെ ഭവനത്തിൽ വെച്ച് ഖുർആനും സുന്നത്തും. കഴിഞ്ഞ നോമ്പിന് ജീവിച്ച പലരും നമ്മുടെ കൂട്ടത്തിലില്ല, ഈ നാട്ടിൽ തന്നെ. സാഹിബൊക്കെ എനിക്ക് ഓർമ്മ വന്നൊരാണ് അദ്ദേഹം. ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചുപോയി അല്ലേ. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നന്നായി സഹായിച്ചിരുന്ന നമ്മുടെ കൊച്ചുമക്കത്തെ അല്ലേ സൈദക്ക മരിച്ചു. അങ്ങനെ ധാരാളം ആളുകൾ മരിച്ചു. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം നമ്മൾ. അവർക്കൊക്കെ അല്ലാഹു മഅഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്ത റമദാനിൽ നമ്മളുണ്ടാവും. നാളെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പഠിച്ചു നമ്മളെ എന്തായിരിക്കും ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. മുസ്ലിം വീടുകളിലൊക്കെ കുട്ടികൾ എത്രയോ മോശം, പെൺകുട്ടികൾ മഹാമോശം. കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു പെണ്ണിന് നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക്. ഗർഭിണികളാകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ബാലുശ്ശേരി നമ്മുടെ സമുദായം. ഞാൻ ചോദിച്ചാൽ എന്താ ഡോക്ടറെ ഇതൊക്കെ ഇത്ര വിഷമം പറഞ്ഞു. ആങ്ങളെ പെങ്ങൾ
പെങ്ങൾക്ക് ഗർഭമുണ്ടാക്കിയിട്ട് എത്ര കേസ് അവിടെ വരുന്നതെന്ന് അറിയും? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇത് സ്വന്തം ആങ്ങളൊരു വാപ്പാൻ്റെ 2 മക്കളിൽ കാക്കാനുജത്തിക്ക് ഗർഭമുണ്ടാക്കുക എവിടെയെങ്കിലും കൊടുക്കും. ആങ്ങളുടെ അടുത്ത് പെങ്ങളാക്കി പോകാൻ പറ്റാത്തൊരു ലോകത്ത് ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേട്. കഴിഞ്ഞ ദിവസം അമ്മനെ ബലാത്സംഗം ചെയ്ത് ഒരു ഉമ്മ ഗർഭിണിയായി ബാപ്പാന്റെ അഭാവത്തിൽ. മോന് ആരോടും പറയുന്നത്. അള്ളാഹു തന്നെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടി എടുത്താലേ ഈ നാട് നന്നാവും. കീമേൽ മറച്ചു കളയണം. അള്ളാഹു കടുത്ത ശിക്ഷിക്കണേ. അത് കേരളം കഴിഞ്ഞിട്ടേ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വേശ്യാക്കര ഉൾക്കൊള്ളുന്ന അമേരിക്കയിലെ പാപനഗരം പോലും കേരളത്തെ പോലെയല്ല. കേരളം വൃത്തികെട്ടൊരു നാടാണ് ചങ്ങായിമാരെ. കാരണം ഏറ്റവും വൃത്തികെട്ട ഒരു പ്രത്യയശാസ്ത്രം നയിക്കുന്ന ഒരു ഭരണകൂടമുള്ള നാടാത്. അത് മനസ്സിലാക്കിക്കൊള്ളി. വിഷമമുണ്ട്, ഇതെല്ലാം കാണുമ്പോൾ വിഷമമുണ്ട്, ധാർമ്മിക രോക്ഷമുണ്ട്. ഇടക്കൊക്കെ തോന്നുന്നു ഇങ്ങോട്ടെങ്കിലും പോയാലോ, ഏതെങ്കിലും കുന്നിന്റെ ചെരുവ് പോയി ജീവിച്ചാലോ. പത്രവും മാധ്യമങ്ങളും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്തൊരു ലോകത്ത് അത്രയും മനസ്സ് മടുത്തു. റസൂല് പറയുന്നത് അങ്ങനെ മടുത്തു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ പേര് കട്ടിച്ച് പിടിച്ചിട്ടെങ്കിലും നമ്മൾ ജീവിച്ചു. കുറ്റകൃത്യം വ്യാപകമാകുന്നിടത്ത് നിൽക്കണ്ട, പേരെങ്ങോട്ടെങ്കിലും മാറിപ്പോയിക്കൊള്ളു. അത്രയും ഭയാനകരത. എവിടെ നോക്കിയാലും തിന്മ. നമ്മൾ തന്നെ മാറിപ്പോകുമെന്ന് തോന്നുന്നു. ഈ പല ആളുകളും വാർത്തയൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ ഭയങ്കരമാണ്. ഓരോ ദിവസവും ഭയാനകരമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ പഠനത്തിൽ മക്കൾ വീട്ടിൽ വന്നാൽ മകൻ ബെഡ്റൂം കയറിയെന്ന് ഉറപ്പായാലും പുറത്തുനിന്ന് വാതിൽ പൂട്ടുകയാണ് ബാപ്പ ചെയ്യുന്നത്. ഓൻ കൊല്ലുമെന്ന് പേടിച്ചിട്ട്. പണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നാലായിരുന്നു സുരക്ഷിതത്വം. വീട്ടിൽ എന്നിട്ട് ആലോചിച്ച് 2 ആളെ കൊന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ബിരിയാണി തിന്ന്, പിന്നെ 2 ആളെ കൊന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് കള്ളു കുടിക്കുക. അത് കഴിഞ്ഞിട്ട് കാമുകിനെ കൊന്നിട്ട് അനുജൻ്റെ അടുത്ത് പോയിട്ട് ഓന് തിന്നാൻ കൊടുത്തിട്ട് ഓൻ്റെ തലക്കൽ. എന്നിട്ടേ ആ അനുജൻ ഇക്കാക്കാന്ന് വിളിച്ചോന്ന് ആദ്യം തട്ടിക്ക് കൂടെ കൊണ്ടുവരുന്നത്. റസൂല് പറയുന്നത് എന്തിനാ എന്നെ കാക്ക കൊന്നതെന്ന് കുട്ടിക്കും ഞാൻ എൻ്റെ അനുജൻ എന്തിനാ കൊന്നതെന്ന് അവനും അറിയാത്തൊരു കാലം വരുമെന്ന് റസൂല പറയുന്നു. എൻ്റെ കാക്ക എന്നോട് എന്തിനാ അത് ചെയ്തത്? എന്തിനാ എൻ്റെ കാക്ക കൊന്നത്? ഞാൻ എന്താ എൻ്റെ കാക്കനോട് ചെയ്തത്? കുറച്ച് കഴിയുമ്പോൾ ഓരോ തോന്നും, ഞാൻ എന്തിനായിരുന്നു എൻ്റെ കുട്ടി? റസൂലിന്റെ പ്രവചനം പോലെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മകന്റെ നിക്കാഹിന് വേണ്ടി മഹർ വരെ വാങ്ങി വെച്ച ഉമ്മാനാണ് കഴുത്തറുത്ത് കളഞ്ഞത് താമരശ്ശേരി. കുട്ടികളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കാമുകന്റെ കൂടെ പോയ കണ്ണൂരത്തെ വനിത. എന്തെല്ലാം വാർത്തകൾ നമ്മൾ. മുസ്ലിം മഹല്ലുകളൊക്കെ വളരെ മോശം. മാതൃഭാഷയിലൊരു ഖുത്ബല്ല. പള്ളിയിൽ വരുന്ന കുട്ടികൾക്കൊന്നും കിട്ടുന്നില്ല. ആരെങ്കിലും എന്തേ പറയണ്ടേ? എണ്ണപ്പെട്ട ആളുകളാ പറയുന്നത്. അവരോട് ജനങ്ങൾക്ക് വെറുപ്പാണ്. അയാൾ തുറന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെ നാട് നന്നാവും? അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നമ്മുടെ ഓരോ വീടും നമ്മൾ നന്നാക്കിയാൽ പിന്നെ നാട്ടുകാർക്ക് നമ്മൾ നന്നാക്കേണ്ട ഒരവസ്ഥ വരില്ല. നമ്മുടെ വീട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഈ റമദാൻ പൂർണ്ണമായ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ചെയ്ത ഓരോ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി അങ്ങോട്ടെങ്കിലും ഏത് അമല് ചെയ്യുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ, പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ. ഒരു സഹാബി ഭയങ്കരമായിട്ട് ഇറിറ്റേഷനായിട്ട് ഒരു സഹാബിനെ കണ്ടോന്നാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും മുഖത്തിന് ഇത്ര വല്ല? അദ്ദേഹം പറയും, നമ്മൾ പ്രവർത്തിച്ചു, നമ്മുടെ ഈ അമലൊക്കെ അന്ന് കബൂൽ ചെയ്തിട്ടുണ്ടാവുമോ? എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇതൊക്കെ ചെയ്ത് പരലോകത്ത് നിന്നിട്ട് ഇല്ലാണെങ്കിലോ അതെത്ര ഭീകരമാണ്. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ആശങ്കപ്പെടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളമുള്ള മതമൂല്യങ്ങളെ നടപ്പാക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. അല്ലാഹുവിന്റെ റസൂലിനെ മുൻകടന്ന് ഒന്നും ചെയ്യില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അതാണ് തഖ്വ. അങ്ങനെ തഖ്വയുള്ളവരായി ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
നാളൊരു പെരുന്നാൾ ദിനമാണെങ്കിൽ അത് ഭംഗിയായ സുന്നത്തെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓടിച്ചേർക്കട്ടെ. കുടുംബ ബന്ധമൊക്കെ പുലർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ധന്യത വരുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. എല്ലാവിധ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.